നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. പാലപ്പിള്ളി കുണ്ടായിയിൽ കൊക്കോത്തോട്ടത്തിൽ വീണ്ടും കാട്ടാന ആക്രമണം. കാട്ടാന ശല്യത്തിന് ശാശ്വതമായി പരിഹാരം കാണണമെന്ന് കർഷകർ. സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തൃക്കൂർ പഞ്ചായത്തിലെ ആശമാർ ഉപവാസ സമരം നടത്തി. കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ചുവെന്നാരോപിച്ച് LDFന്റെ നേതൃത്വത്തിൽ പുതുക്കാട് പോസ്റ്റ് ഓഫീസിന് മുൻപിൽ മാർച്ചും ധർണയും നടത്തി. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിന്റെ 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹേമലത സുകുമാരൻ അവതരിപ്പിച്ചു. പുതുക്കാട് പ്രചോദനികേതൻ കോളേജിലെയും അളഗ്പനഗർ ത്യാഗരാജർ പോളിടെക്നിക് കോളേജിലെയും NSS വോളണ്ടിയേഴ്സ് സംയുക്തമായി ലഹരി വിരുദ്ധ ഫ്ലാഷ് മോബും മനുഷ്യചങ്ങലയും നടത്തി. ആനന്ദപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് ചൊവ്വാഴ്ച കൊടിയേറുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. പാലപ്പിള്ളി കുണ്ടായിയിൽ കൊക്കോത്തോട്ടത്തിൽ വീണ്ടും കാട്ടാന ആക്രമണം. തുടർച്ചയായ രണ്ടാം ദിവസവും മേഖലയിലെ കൊക്കോത്തോട്ടത്തിൽ വ്യാപകമായ നാശനഷ്ടമാണ് കാട്ടാനക്കൂട്ടം വരുത്തിയിരിക്കുന്നത്. ഞായറാഴ്ച രാത്രിയായിരുന്നു സംഭവം. കുണ്ടായി എസ്റ്റേറ്റിലെ കണ്ണമ്പുഴ വർഗീസിന്റെ പുഴമ്പള്ളത്തുള്ള കൊക്കോത്തോട്ടത്തിലായിരുന്നു കാട്ടാനക്കൂട്ടത്തിന്റെ വിളയാട്ടം. ഇതേ കൃഷിയിടത്ത് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസവും കാട്ടാന വിള നശിപ്പിച്ചത്. കർഷകന്റെ 100ഓളം കൊക്കോ മരങ്ങളാണ് 2 ദിവസമായി കാട്ടാനകൾ പിഴുതെറിഞ്ഞത്. കാട്ടാനക്കൂട്ടങ്ങൾ കൃഷിയിടങ്ങളിൽ തമ്പടിക്കുന്നത് പ്രദേശത്തെ കർഷകർക്ക് തലവേദനയാവുകയാണ്. കാട്ടാന ശല്യത്തിന് ശാശ്വതമായ പരിഹാരം കാണുവാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെയും കർഷകരുടെയും ആവശ്യം. സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം ചെയ്യുന്ന ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തൃക്കൂർ പഞ്ചായത്തിലെ ആശമാർ കല്ലൂർ പാലക്കപ്പറമ്പ് സെന്ററിൽ ഉപവാസ സമരം നടത്തി. DCC ജനറൽ സെക്രട്ടറി കല്ലൂർ ബാബു ഉദ്ഘാടനം ചെയ്തു. ആശാ വർക്കർ ശൈലജ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹേമലത സുകുമാരൻ, സന്ദീപ് കണിയത്ത്, പ്രീബനൻ ചൂണ്ടേലപ്പറമ്പിൽ, വിൽസൺ ആറ്റുപുറം, സുനിൽ മുളങ്ങാട്ടുകര, സൈമൺ നമ്പാടൻ എന്നിവർ പ്രസംഗിച്ചു. ഒരുപാട് സംഘടനകൾ, ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ, ഒരുപാട് സന്നദ്ധ പ്രവർത്തകരൊക്കെ ഈ ആശാ വർക്കേഴ്സിന് പിന്തുണ കൊടുക്കുന്നത് ആ സമരത്തെ 100% സത്യമുണ്ട്. അതൊരു ജീവകാരുണ്യം അല്ലെങ്കിൽ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സമരമാണ് എന്നുള്ളത് കൊണ്ടാണ്. കേവലം 6000 രൂപ അല്ലെങ്കിൽ 7000 രൂപ കൊടുക്കുന്ന ആശാ വർക്കേഴ്സ് 13 മണിക്കൂർ പണിയെടുക്കണം. അവരോടൊപ്പം ചേർന്ന് നിൽക്കുവാനും അവരുടെ പ്രതിഷേധങ്ങളിൽ പങ്കുചേരുവാനും നമ്മുടെ തൃക്കൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രദേശത്ത് ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ആശാ വർക്കർമാർക്ക് സാധിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും ഈ 36-ാം ദിനത്തിൽ തൃക്കൂർ പഞ്ചായത്തിന്റെ ആശാ വർക്കർമാർ, അവിടെ പങ്കുചേരുന്ന ആശാ വർക്കർമാരുടെ പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇന്ന് ഗർഭിണികളോ കൊച്ചുകുട്ടികളോ ഉണ്ടെങ്കിൽ അവരുടെ പരിചരണം ഏറ്റെടുക്കുക, അവർക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കുക, അത്രമാത്രം ഉണ്ടായിരുന്നുള്ളൂ. എല്ലാ നിലയിലും സഹായിച്ചുകൊണ്ടിരിക്കുന്ന, എല്ലാ തരത്തിലും ഞങ്ങളെ പ്രവർത്തിക്കുവാൻ സഹായിച്ചുകൊണ്ടിരിക്കുന്ന പഞ്ചായത്തിലെ ഭരണാധികാരികൾക്കും ആശാ വർക്കർമാരെ എന്ന നിലയിലും എന്റെ പേരിലും പ്രത്യേകം നന്ദി പറയുന്നു. കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ചുവെന്നാരോപിച്ച് LDFന്റെ നേതൃത്വത്തിൽ പുതുക്കാട് പോസ്റ്റ് ഓഫീസിന് മുൻപിൽ മാർച്ചും ധർണയും നടത്തി. CPM സംസ്ഥാന കമ്മിറ്റി അംഗം MM വർഗീസ് ഉദ്ഘാടനം ചെയ്തു. PK ശേഖരൻ അധ്യക്ഷനായി. TK രാമകൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോർജ് താഴേക്കാടൻ, രാഘവൻ മുളങ്ങാടൻ, RJD ജില്ലാ സെക്രട്ടറി ഷാജൻ മഞ്ഞളി, PT കണ്ണൻ എന്നിവർ പ്രസംഗിച്ചു. കേരളം മുന്നോട്ട് വെച്ചിട്ടുള്ള ന്യായമായിട്ടുള്ള
എല്ലാ ആവശ്യങ്ങളെയും നിഷേധിച്ചുകൊണ്ടുള്ള തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള നിലപാടുകളാണ് മോഡി സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് എന്നത് ഒരു കേവലമായിട്ടുള്ള യാഥാർത്ഥ്യം മാത്രമാണ്. ഈ യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള നിരന്തരമായിട്ടുള്ള അവഗണനയ്ക്കെതിരെ സാമ്പത്തിക രംഗത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു ഉപരോധത്തിന്റെ രൂപം കൈക്കൊണ്ടിരിക്കുക. ഈ സാമ്പത്തിക ഉപരോധത്തിനെതിരെ തുടർച്ചയായ കേരളത്തോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരായിട്ടുള്ള അതിശക്തമായ സമരങ്ങൾക്കാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം നൽകുന്നത്. നമുക്കറിയാം, ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ ഉൾപ്പെടെ കേരളത്തെ അവഗണിച്ചുകൊണ്ട് കേരളം എന്ന ഒരു വാക്ക് പോലും ബഡ്ജറ്റിൽ ഉന്നയിക്കാതെയാണ് ആ ബഡ്ജറ്റ് കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത്. കേന്ദ്ര ഗവൺമെന്റ് കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ തുടർച്ചയായി കേരളത്തെ അവഗണിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര ഭരണാധികാരികളുടെ നിലപാടുകൾക്കെതിരെ കേരളത്തിലെ 3 കോടി മലയാളികളുടെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിന് പരിഹാരം കാണണം, കേന്ദ്ര ഗവൺമെന്റ് അത് പരിഹരിക്കുന്നതിനാവശ്യമായ നിലപാടുകൾ സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരമൊരു സമരത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വന്നത്. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിന്റെ 2025-26 കാലഘട്ടത്തിലേക്കുള്ള ബജറ്റ് അവതരണം നടന്നു. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹേമലത സുകുമാരനാണ് ബജറ്റ് അവതരണം നടത്തിയത്. സേവന മേഖലയ്ക്ക് മുൻഗണന കൊടുത്ത ബജറ്റ് 27,56,59,500 രൂപ വരവും 26,96,69,500 രൂപ ചിലവും 60 ലക്ഷം രൂപ നീക്കിയിരിപ്പുമുള്ളതാണ്. 2025-26 സാമ്പത്തിക വർഷത്തിൽ പഞ്ചായത്തിന്റെ വികസനത്തിനും പുരോഗതിക്കും ജനങ്ങളുടെ ക്ഷേമത്തിനും വേണ്ടി നടപ്പിലാക്കേണ്ട പദ്ധതിയേതര പ്രവർത്തനങ്ങൾ, കാർഷിക വികസനം, വിദ്യാഭ്യാസ മേഖല, ദാരിദ്ര്യ ലഘൂകരണം, മാലിന്യ സംസ്കരണം, പശ്ചാത്തല സൗകര്യ വികസനം, ആരോഗ്യം, ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ തുടങ്ങിയ മേഖലകളിലെ ഉന്നമനം ലക്ഷ്യമിട്ട് ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി 3 ലക്ഷം രൂപയും ജാഗ്രതാ സമിതി ശാക്തീകരണത്തിനായി 2 ലക്ഷം രൂപയും, വർദ്ധിച്ചുവരുന്ന കുട്ടികളുടെ മുങ്ങിമരണങ്ങൾ തടയാൻ സ്വിം ഫോർ ലൈഫ് നീന്തൽ പരിശീലനത്തിനായി 1 ലക്ഷം രൂപയും, മുതിർന്ന പൌരന്മാരുടെ ആരോഗ്യം, ജീവിത സംരക്ഷണം, മാനസികോല്ലാസം എന്നിവയ്ക്കായി വയോജനങ്ങൾക്ക് ഉല്ലാസ പരിപാടികൾ, പകൽ വീട് പരിപാലനം, മെഡിക്കൽ സേവനം, വയോജനങ്ങൾക്ക് കട്ടിൽ എന്നിവയ്ക്കായി പദ്ധതികൾ വിഭാവനം ചെയ്തിട്ടുണ്ട്. മെയിന്റനൻസ് ഗ്രാന്റ് ഉപയോഗിച്ചുള്ള റോഡ് സംരക്ഷണ പ്രോജക്ടുകൾ, റോഡ് ഇതര സംരക്ഷണ പ്രോജക്ടുകൾക്ക് എന്നിവയ്ക്കായി 1,81,05,000 രൂപ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നു. തനത് ഫണ്ടിൽ നിന്ന് 8 ലക്ഷം രൂപയും അധികമായി വകയിരുത്തി. ഭവനരഹിതരില്ലാത്ത ശുചിത്വപൂർണമായ തൃക്കൂർ പഞ്ചായത്ത് എന്നതാണ് ലക്ഷ്യം. ആനന്ദപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് ചൊവ്വാഴ്ച കൊടിയേറുമെന്ന് ഭാരവാഹികൾ കൊടകരയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തന്ത്രി അണിമംഗലത്ത് നാരായണൻ നമ്പൂതിരി കൊടിയേറ്റം നിർവഹിക്കും. ഉത്സവ ദിവസങ്ങളിൽ അഭിഷേകം, കലശാഭിഷേകം, ശ്രീഭൂതബലി, ശീവേലി, വിളക്കെഴുന്നള്ളിപ്പ്, കലാപരിപാടികൾ എന്നിവ ഉണ്ടാകും. 23-ന് വിശേഷാൽ പൂജയായ ഉത്സവ ബലിയും മാതൃക്കൾ ദർശനവും നടക്കും. 25-ന് ആറാട്ടോടെ ഉത്സവം സമാപിക്കും. ക്ഷേത്ര സമിതി പ്രസിഡന്റ് വിജയൻ മണാളത്ത്, ശ്രീനിവാസൻ കുറവങ്ങാട്ട്, പരീക്ഷത്ത് വെള്ളയത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മീനമാസം 18-ാം തീയതി, അതായത് 25 മാർച്ച് 18-ാം തീയതി തൊട്ട് 25-ാം തീയതി വരെ 8 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ്. അത് മാർച്ച് 18-ാം തീയതി ശ്രീ അണിമംഗലം നാരായണ നമ്പൂതിരിയുടെ താന്ത്രിക കർമ്മോത്സവത്തിൽ കൊടികയറി 25-ാം തീയതി ഭഗവാന്റെ ആറാട്ടോടുകൂടി അവസാനിക്കുന്നു. അതായത് ഭഗവാന് ഗർഭഗൃഹത്തിലാണ് ഭഗവാനെ കാണിച്ചേക്കുന്നത്. മഹാക്ഷേത്രങ്ങളിൽ മാത്രമാണ് ശ്രീകോവിലിനുള്ളിൽ ഒരു അറയിൽ ഭഗവാന്റെ പ്രതിഷ്ഠ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവിടെ നടക്കുന്ന താന്ത്രിക കർമ്മങ്ങളും അത്രയും വിശേഷമാണ്. മാതൃക്കൾ ദർശനവും ഉത്സവ ബലി അത് വളരെ കണ്ടു തൊഴേണ്ട ഒരു ചടങ്ങാണ്. തിരുവനന്തപുരം ഊട്ടി സ്വിഫ്റ്റ് ഡീലക്സ് സർവീസിന് പുതുക്കാട് ബോർഡിംഗ് പോയിന്റ് അനുവദിച്ചു. കെ രാമചന്ദ്രൻ MLA, ഗതാഗത വകുപ്പ് മന്ത്രി, KSRTC MD എന്നിവരുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. എല്ലാ ദിവസവും രാത്രി 12:46-ന് ഊട്ടി ബസ് പുതുക്കാടെത്തും. രാവിലെ 5:21 ബസ് ഊട്ടിയിലെത്തും. ഷൊർണൂർ, പെരിന്തൽമണ്ണ, നിലമ്പൂർ, നാടുകാണി, ഗുഡല്ലൂർ വഴിയാണ് സർവീസ് നടത്തുന്നത്. തിരിച്ച് രാത്രി 7 മണിക്ക് ഊട്ടിയിൽ നിന്ന് പുറപ്പെട്ട് രാത്രി 12 മണിക്ക് പുതുക്കാടെത്തും.
361 രൂപയാണ് പുതുക്കാട് ഊട്ടി ടിക്കറ്റ് നിരക്ക്. ഒരു ദിവസം തങ്ങാതെ തന്നെ ഊട്ടിയിലെ മനോഹാരിത ആസ്വദിച്ച് തിരിച്ചു വരാൻ ഈ സർവീസ് ഉപകാരപ്പെടുമെന്ന് കെ രാമചന്ദ്രൻ MLA പറഞ്ഞു. പുതുക്കാട് പ്രചോദിനികേതൻ കോളേജിലെയും അളഗപ്പനഗർ ത്യാഗരാജാർ പോളിടെക്നിക് കോളേജിലെയും NSS വോളണ്ടിയേഴ്സ് സംയുക്തമായി ലഹരി വിരുദ്ധ ഫ്ലാഷ് മോബും മനുഷ്യച്ചങ്ങലയും പുതുക്കാട് നടത്തി. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ത്യാഗരാജാർ പോളിടെക്നിക് പ്രിൻസിപ്പൽ MJ സാബു, ടെക്നിക്കൽ NSS ജോഷി ആൻഡർസൺ, പ്രചോദിനികേതൻ NSS പ്രോഗ്രാം ഓഫീസർ ജിൻഡോ, അധ്യാപിക ട്രീസ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ മനുഷ്യച്ചങ്ങല രൂപീകരിച്ചു. വിദ്യാർത്ഥികൾ ചടങ്ങിൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്തു. ലഹരിക്കെതിരെ ചെറുപ്പക്കാരുടെയിൽ നമ്മുടെ ഈ പ്രസ്ഥാനം വലിയൊരു ഓളം സൃഷ്ടിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. അവരിതിൻ്റെ വളണ്ടിയർമാരായിട്ട് പ്രവർത്തിക്കേണ്ടവരാണ്. ലഹരി അവർ ഉപേക്ഷിക്കുക മാത്രമല്ല, ലഹരി മറ്റുള്ളവരെ ഉപയോഗിക്കുന്നതിൽ നിന്ന് തടയാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഞങ്ങളുടെ കൂട്ടുകാരോടും കരവിരുതിൽ കൗശലം തീർക്കുന്ന സെനോറ ഹാൻഡിക്രാഫ്റ്റ് പ്രൊഡക്റ്റ് എന്ന സ്ഥാപനം സംരംഭക രംഗത്ത് വലിയ മാറ്റങ്ങളുമായി ശ്രദ്ധേയരാകുന്നു. വിഷുവിന് വർണ്ണക്കാഴ്ച ഒരുക്കുവാൻ വ്യത്യസ്ത ഉൽപ്പന്നങ്ങൾ ഒരുക്കുന്നതിന്റെ തിരക്കിലാണ് സെനോറയിലെ കരകൗശല വിദഗ്ധർ. വുഡ്, പേപ്പർ, ബാംബു, കോക്കനട്ട് ഷെൽ തുടങ്ങി എന്തിലും ഏതിലും കരവിരുതിന്റെ വിസ്മയമൊരുക്കുന്ന സെനോറ ഹാൻഡിക്രാഫ്റ്റ് പ്രൊഡക്ട്സിന്റെ പുതിയ പരീക്ഷണം വിപണിയിലേക്ക്. 2025 വിഷുപ്പുലരിയിൽ മലയാളികളുടെ വീട്ടകങ്ങളെ ദീപ്തമാക്കാൻ മനോഹരങ്ങളായ വിഷുക്കണി മാതൃകകളാണ് ഇവിടെ സജ്ജമാകുന്നത്. പോളി മാർബിളിൽ തീർത്ത ശ്രീകൃഷ്ണന്റെ രൂപവും വുഡിലും ക്ലേയിലും വെൽവെറ്റിലുമായി ഒരുക്കുന്ന ഓട്ടുരുളിയുടെയും തിരുവുടയാടയുടെയുമെല്ലാം മനോഹര സൃഷ്ടികൾ ഏറെ കൗതുകകരമാണ്. 10 വർഷമായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന പുതുക്കാട് സ്വദേശി ബിജു കാളിയങ്കരയുടെ കീഴിൽ 2 യൂണിറ്റുകളിലായി 20ഓളം കരകൗശല വിദഗ്ധരാണ് ഇവയുടെ നിർമ്മാണത്തിന് പിന്നിൽ. സംസ്ഥാന സർക്കാരിന്റെ തൃശൂർ പുഴയ്ക്കലിലുള്ള വ്യവസായ പാർക്കിലാണ് പ്രധാന യൂണിറ്റിന്റെ പ്രവർത്തനം. ഒരടിയിൽ തീർത്ത ശ്രീകൃഷ്ണ പ്രതിമയും അനുബന്ധ സജ്ജീകരണങ്ങളും അടങ്ങിയ വിഷുക്കണി മാതൃകയ്ക്ക് 3000 രൂപയാണ് വില. വലുപ്പം കൂടുന്നതിനനുസരിച്ച് വിവിധ മാതൃകകൾക്ക് 6000 രൂപ വരെ വില വരും. വർഷങ്ങളോളം പുതുമ നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ കഴിയും എന്നതാണ് ഈ വിഷുക്കണി മാതൃകയുടെ സവിശേഷത. പുതിയ വിഷുവർഷത്തിൽ എല്ലാം മംഗളമാകാനുള്ള തയ്യാറെടുപ്പിലാണ് കേരളീയർ. സെനോറ ഹാൻഡിക്രാഫ്റ്റ് അണിയിച്ചൊരുക്കുന്ന വിഷുക്കണി. സെനോറ ഹാൻഡിക്രാഫ്റ്റിൻ്റെ പ്രത്യേകത എന്നാൽ വളരെ പ്രഗത്ഭരായ കലാകാരികളാണ് ഇതിൻ്റെ പിന്നണിയിൽ വർക്ക് ചെയ്യുന്നത്. 10ഓളം വ്യത്യസ്തമായ ഡിസൈനുകളിൽ ഇപ്പോൾ തന്നെ ഞങ്ങൾ ഇത് രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് 1 ടൈം യൂസ് അല്ല, ലൈഫ് ടൈം യൂസാണ്. മിനിമം ഒരു 10 വർഷത്തോളം നിങ്ങൾക്ക് സുഖമായിട്ട് ഈ സാധനം യൂസ് ചെയ്യാം. കാരണം ഒന്ന് സൂക്ഷിച്ചാൽ മതി. കാരണം ഇതിൻ്റെ ബേസൊക്കെ ചെയ്തോണത് വുഡിലാണ്. പിന്നെ പോളിമറിലാണ് കൃഷ്ണൻ ചെയ്തിരിക്കുന്നത്. ഇത്ര പെർഫെക്ഷനും അതുകൊണ്ടാണ് തോന്നുന്നത്. പിന്നെ ഇതിനോടൊപ്പം വെക്കാനായിട്ട് കണി വയ്ക്കാനുള്ള ഉരുളി ക്ലേല് നമ്മൾ ചെയ്യുന്നുണ്ട്. വിവിധ ഇടങ്ങളിലായി നടക്കുന്ന ഓൾ ഇന്ത്യ എക്സ്പോ ഉൾപ്പെടെ പ്രദർശന മേളകൾ വഴിയും ഓൺലൈൻ മാർക്കറ്റിംഗ് വഴിയുമാണ് സെനോറയുടെ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തുന്നത്. വീടുകളിൽ അലങ്കാരത്തിനും സമ്മാനങ്ങൾ നൽകാനും കഴിയുന്ന 100 കണക്കിന് കരകൗശല വസ്തുക്കളാണ് സെനോറയുടെ വിദഗ്ധ കലാകാരന്മാർ തയ്യാറാക്കുന്നത്. ഡിസൈനുകളിലും ഉൽപ്പന്നങ്ങളിലും പുത്തൻ പരീക്ഷണങ്ങൾ നടത്തി ശ്രദ്ധേയരാവുകയാണ് സെനോറ ഹാൻഡിക്രാഫ്റ്റ്സ് പ്രൊഡക്ഷൻ എന്ന ഈ സ്ഥാപനം. 2025 വിഷുപ്പുലരിയിൽ മലയാളികൾക്ക് കണി കണ്ടുണരാൻ വിഷുക്കണിയുടെ മനോഹരവും വ്യത്യസ്തവുമായ പുത്തൻ മാതൃകകളാണ് ഇവിടെ സജ്ജമാകുന്നത്. ക്യാമറാമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. ഇരിങ്ങാലക്കുടയിൽ യുവാവിനെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികൾ പിടിയിലായി. ഈസ്റ്റ് കോമ്പാറ സ്വദേശിയായ കുഴിക്കണ്ടത്തിൽ വീട്ടിൽ 40 വയസ്സുള്ള ഷെരീഫ്, ചാലാപ്പാടം സ്വദേശിയായ വെള്ളക്കനാടൻ വീട്ടിൽ സോണി എന്നിവരെയാണ് ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തത്. വെളുക്കര കോലോത്തുംപടിയിൽ വെച്ച് തെക്കേടത്ത് വീട്ടിൽ ഹരിദാസിനെ ഞായറാഴ്ച രാത്രി കമ്പിവടി കൊണ്ട് ആക്രമിച്ചുവെന്നാണ് കേസ്. സംഭവത്തിനു ശേഷം ഇവർ ഒളിവിലായിരുന്നു.
സോണിയെ ഇരിങ്ങാലക്കുട മടത്തിക്കര ലൈനിൽ നിന്നും ഷെരീഫിനെ കാട്ടൂർ കീഴ്ത്താണിയിൽ നിന്നുമാണ് ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തത്. ഷെരീഫിനെ ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിൽ 2005-2006 വർഷങ്ങളിൽ ഓരോ അടിപിടി കേസും, 2008-ൽ 2 അടിപിടി കേസും, 2013-ൽ 1 അടിപിടി കേസും, 2018-ൽ 1 അടിപിടി കേസും, കൊലപാതക ശ്രമക്കേസും, 2025-ൽ 1 അടിപിടി കേസും, കാട്ടൂർ പോലീസ് സ്റ്റേഷനിൽ 2021 കൊലപാതക കേസും അടക്കം 9 ക്രിമിനൽ കേസുകളുണ്ട്. സോണിക്ക് ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിൽ 2019 പീഡന കേസുണ്ട്. ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ MS ഷാജൻ, സബ് ഇൻസ്പെക്ടർ ആൽബി തോമസ് വർക്കി, ASI KV ഉമേഷ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ MR രഞ്ജിത്ത്, ദേവേഷ്, രാഹുൽ, സിവിൽ പോലീസ് ഓഫീസർ മുരളീകൃഷ്ണ എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. വെണ്ടൂർ സെന്റ് മേരീസ് പള്ളിയിലെ KCYM-ഉം അളഗപ്പനഗർ ലയൺസ് ക്ലബിന്റെയും നേതൃത്വത്തിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. തൃശൂർ ലയൺസ് ക്ലബ് PDG സജു ആന്റണി പാത്താടൻ ഉദ്ഘാടനം നിർവഹിച്ചു. വെണ്ടൂർ KCYM ഡയറക്ടറും ഇടവക വികാരിയുമായ ഫാദർ ലാസർ താണിക്കൽ അധ്യക്ഷത വഹിച്ചു. അളഗപ്പനഗർ ലയൺസ് ക്ലബ് പ്രസിഡന്റ് അജി മഞ്ഞളി, വെണ്ടൂർ KCYM പ്രസിഡന്റ് ആൽഫ്രഡ് കൊടിയൻ, പ്രോഗ്രാം കൺവീനർ ഡോക്ടർ ജോഫി മോയ്ലൻ എന്നിവർ പ്രസംഗിച്ചു. കേരള സംഗീത നാടക അക്കാദമിയുടെ 2024-ലെ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. വീണയിൽ A. അനന്തപത്മനാഭൻ, നാടകത്തിൽ സേവ്യർ പുൽപ്പാട്ട്, നൃത്തത്തിൽ കലാമണ്ഡലം സരസ്വതി എന്നിവർക്ക് ഫെലോഷിപ്പ്, ശാസ്ത്രീയ സംഗീതം വായ്പാട്ടിൽ ചേപ്പാട് AE വാമനൻ നമ്പൂതിരി, വയലിനിൽ ആവണീശ്വരം വിനു, ചെണ്ടയിൽ തൃക്കരിപ്പൂർ രാമകൃഷ്ണമാരാർ എന്നിങ്ങനെ 18 പേർക്കാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. കീബോർഡിൽ സ്റ്റീഫൻ ദേവസിക്കും ലളിത സംഗീതത്തിൽ പിന്നണി ഗായിക മിൻമിനിക്കും പുരസ്കാരമുണ്ട്. സാധാരണ 17 പുരസ്കാരങ്ങളാണ് അക്കാദമി പ്രഖ്യാപിക്കാറുള്ളത്. മിമിക്രിയെയും ഉൾപ്പെടുത്തിയാണ് ഇത്തവണ 18 പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. കലാഭവൻ സലിമിനാണ് ആദ്യമായി ഏർപ്പെടുത്തിയ മിമിക്രി പുരസ്കാരം ലഭിച്ചത്. ഡോക്ടർ ശ്രീജിത്ത് രമണനും അജിത നമ്പ്യാർക്കും വിജയൻ V. നായർക്കും നാടകത്തിലെ വിവിധ പുരസ്കാരങ്ങൾ ലഭിച്ചു. കൂടാതെ ബാബു നരേന്ദ്രൻ G. കടക്കൽ, നടൻ കൊല്ലം തുളസി, കലാഭവൻ നൌഷാദ് എന്നിവർക്കടക്കം 22 പേർക്ക് ഗുരുപൂജ പുരസ്കാരവും ലഭിച്ചു. കേരള സംഗീത നാടക അക്കാദമി ഹാളിൽ ചേർന്ന യോഗത്തിൽ അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ, സെക്രട്ടറി കരിവള്ളൂർ മുരളി എന്നിവരാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. നെല്ലായി മഹാമുനിമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഏപ്രിൽ 13 ഞായറാഴ്ച നടക്കുന്ന പ്രതിഷ്ഠാ ദിനത്തിന്റെ മുന്നോടിയായി ചൊവ്വാഴ്ച മുതൽ പന്തൽ വൈദികൻ ദാമോദരൻ നമ്പൂതിരി അവர்களுടെ മുഖ്യ കാർമ്മികത്വത്തിൽ മുറജപം ആരംഭിക്കും. ദേശപൂരം എഴുന്നള്ളിപ്പിനിടെ നെറ്റിപ്പട്ടം ചാർത്തിയ കൊമ്പൻ ക്രൈസ്തവ ദേവാലയത്തിന് മുന്നിൽ മുട്ടുമടക്കി തുമ്പിക്കൈ ചുരുട്ടി വണങ്ങിയത് മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുന്ന കാഴ്ചയായി. മുരുക്കുങ്ങൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പൂരത്തോടനുബന്ധിച്ചുള്ള കിഴക്കുമുറി സെറ്റിന്റെ ദേശപൂരം മുരുക്കുങ്ങൽ സെന്റ് ജോസഫ് ദേവാലയത്തിന് മുന്നിലെത്തിയപ്പോഴാണ് നെറ്റിപ്പട്ടം ചാർത്തിയ കൊമ്പൻ വണങ്ങിയത്. ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ ദേവാലയ അങ്കണത്തിൽ വിശ്വാസികളും ഇടവക വികാരിയും കാത്തുനിന്നു. വികാരി ഫാദർ ടോണി പാറേക്കാടൻ ആനയ്ക്ക് പഴക്കുല സമ്മാനിച്ചു. മുൻ വർഷങ്ങളിലും ഈ ചടങ്ങ് ഇവിടെ നടക്കാറുണ്ട്. വേലുപ്പാടം തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ ഓർമ്മ തിരുനാൾ ബുധനാഴ്ച ആഘോഷിക്കും. തിരുനാളിനോടനുബന്ധിച്ച് ബുധനാഴ്ച രാവിലെ 7-ന് അളഗപ്പനഗർ ത്യാഗരാജാർ പോളിടെക്നിക് അങ്കണത്തിൽ നിന്ന് ആരംഭിക്കുന്ന പദയാത്ര പള്ളിക്കുന്ന് പള്ളി വികാരി ഫാദർ ജോർജ് എടക്കളത്തൂർ ഉദ്ഘാടനം ചെയ്യും. 1000-ലേറെ വിശ്വാസികൾ പങ്കെടുക്കുന്ന പദയാത്രയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകും. രാവിലെ 10-ന് പദയാത്ര തീർത്ഥാടന കേന്ദ്രത്തിൽ എത്തിച്ചേരും. തുടർന്ന് നടക്കുന്ന ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജെയ്സൺ കൂനംപ്ലാക്കൽ കാർമ്മികത്വം വഹിക്കും. ഫാദർ വർഗീസ് ഹൂക്കൻ തിരുനാൾ സന്ദേശം നൽകും. തുടർന്ന് നടക്കുന്ന ശ്രാദ്ധ ഊട്ടിൽ 10,000-ഓളം പേർ പങ്കെടുക്കും. ആരോഗ്യ ഇൻഷുറൻസിലെ PED എന്താണ്? ഇൻഫോടോക്കിലൂടെ കാണാം. PED എന്നാൽ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് അഥവാ നേരത്തെയുള്ള അസുഖങ്ങൾ എന്നാണ് അർത്ഥമാക്കുന്നത്. സ്റ്റാൻഡേർഡ് ഇൻഷുറൻസ് മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് പോളിസി എടുക്കുന്നതിന് മുൻപ് ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ രോഗനിർണയം നടത്തുകയോ ചികിത്സിക്കുകയോ ചെയ്ത ഏതെങ്കിലും അസുഖമോ അവസ്ഥയോ ആണ് PED എന്ന് നിർവചിച്ചിരിക്കുന്നത്. ആരോഗ്യ ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഉണ്ടായിരുന്ന അസുഖങ്ങൾക്ക് ഒരു നിശ്ചിത കാലം കഴിയുന്നതുവരെ കവറേജ് ലഭിക്കില്ല. ഇൻഷുറൻസ് കമ്പനി നിശ്ചയിച്ച കാത്തിരിപ്പ് കാലയളവ് കഴിഞ്ഞ ശേഷം മാത്രമേ ഈ കവറേജ് ലഭിക്കൂ. ഇത് സാധാരണയായി 2 മുതൽ 4 വർഷമാണ്. മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം, PEDകൾക്കുള്ള കാത്തിരിപ്പ് കാലയളവ് ആരംഭിക്കുന്നത് പോളിസി ആരംഭിക്കുന്ന തീയതി മുതലാണ്. രോഗമോ അവസ്ഥയോ ആദ്യം കണ്ടുപിടിച്ചതോ ചികിത്സിച്ചതോ ആയ തീയതി മുതലല്ല.
പോളിസി ആരംഭിക്കുന്ന തീയതിക്ക് മുൻപ് തന്നെ ചികിത്സയോ രോഗമോ ഉണ്ടായിട്ടുണ്ടെങ്കിലും പോളിസി ആരംഭിച്ച തീയതി മുതൽ കാത്തിരിപ്പ് കാലയളവ് ബാധകമാണ് എന്നാണ് ഇതിനർത്ഥം. മാത്രമല്ല, പോളിസി വാങ്ങുമ്പോൾ വെളിപ്പെടുത്തിയ വ്യവസ്ഥകൾക്ക് മാത്രമേ പിഇഡികൾക്കുള്ള കാത്തിരിപ്പ് കാലയളവിന്റെ ആനുകൂല്യം ലഭ്യമാകൂ എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. പോളിസി എടുക്കുമ്പോൾ പോളിസി ഉടമ നിലവിലുള്ള അസുഖങ്ങളെക്കുറിച്ച് അറിയിച്ചിരിക്കണം. ഇത് ഇൻഷുറൻസ് കമ്പനി അംഗീകരിക്കുകയും വേണം. നിലവിലുള്ള അസുഖത്തിനുള്ള കവറേജ് ലഭിക്കുന്നതിന് പോളിസി എടുത്ത ശേഷം കുറച്ചു കാലം കാത്തിരിക്കേണ്ടി വരുമെന്നതിനാൽ വളരെ കുറഞ്ഞ കാത്തിരിപ്പ് കാലാവധിയുള്ള ആരോഗ്യ ഇൻഷുറൻസ് പ്ലാനുകൾ തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത്. ഉദാഹരണത്തിന്, പോളിസി ആരംഭിച്ച തീയതി മുതൽ 24 മാസത്തെ കാലയളവിന് ശേഷമാണ് പ്രസവ ചെലവുകൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കൂ. പല ഇൻഷുറൻസ് കമ്പനികളും പല തരത്തിലുള്ള കാത്തിരിപ്പ് കാലയളവ് മുന്നോട്ട് വയ്ക്കാറുണ്ട്. ഇത് താരതമ്യം ചെയ്ത് മാത്രം പോളിസി എടുക്കുക. കാലാവസ്ഥ. ഇന്ന് കൂടിയ ചൂട് 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 26 ഡിഗ്രി സെൽഷ്യസ്. വ്യവസായ വാണിജ്യ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ ജില്ലാ വ്യവസായ കേന്ദ്രവും അസാപ്പുമായി ചേർന്ന് നടത്തുന്ന ഇന്റീരിയർ ഡിസൈനിങ്ങിന്റെ സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഡിപ്ലോമ ബിടെക് ബിരുദധാരികൾക്കും ഡിപ്ലോമ ബിടെക് അവസാന വർഷം പഠിക്കുന്നവർക്കും അപേക്ഷിക്കാം. തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ മാർച്ച് അവസാന ആഴ്ചയോടുകൂടി പരിശീലനം ആരംഭിക്കും. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ മാർച്ച് 19 രാവിലെ 11 ജില്ലാ വ്യവസായ കേന്ദ്രത്തിൽ വെച്ച് നടക്കുന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കണം. പരിശീലനം സൗജന്യമാണ്. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 9188127008. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 8210 രൂപ, പവന് 65,760 രൂപ. കല്ലൂർ വെസ്റ്റ് ചിറ്റിലപ്പള്ളി പനങ്കൂടൻ വറീദ് ഭാര്യ റോസി അന്തരിച്ചു. 85 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പോളി, ഗ്രേസി, ജോൺ, മോളി, റാഫി എന്നിവർ മക്കളും ജോയ്സി, ബിന്ദു, ആൻഡ്രു, അമ്പിളി, പരേതനായ ഡേവിസ് എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പാലപ്പിള്ളി കുണ്ടായിയിൽ കൊക്കത്തോട്ടത്തിൽ വീണ്ടും കാട്ടാന ആക്രമണം. കാട്ടാന ശല്യത്തിന് ശാശ്വതമായി പരിഹാരം കാണണമെന്ന് കർഷകർ. സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തൃക്കൂർ പഞ്ചായത്തിലെ ആശമാർ ഉപവാസ സമരം നടത്തി. കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ചുവെന്നാരോപിച്ച് LDFന്റെ നേതൃത്വത്തിൽ പുതുക്കാട് പോസ്റ്റ് ഓഫീസിന് മുൻപിൽ മാർച്ചും ധർണയും നടത്തി. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിന്റെ 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹേമലത സുകുമാരൻ അവതരിപ്പിച്ചു. പുതുക്കാട് പ്രചോദനികേതൻ കോളേജിലെയും അളഗ്പനഗർ ത്യാഗരാജർ പോളിടെക്നിക് കോളേജിലെയും NSS വോളണ്ടിയേഴ്സ് സംയുക്തമായി ലഹരി വിരുദ്ധ ഫ്ലാഷ് മോബും മനുഷ്യചങ്ങലയും നടത്തി. ആനന്ദപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് ചൊവ്വാഴ്ച കൊടിയേറുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.